നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്നലെ ക്ലബ് ബ്രൂഗയോട് സമനിലയിൽ പിരിഞ്ഞല്ലോ. അതും 2 ഗോളിൻ്റെ ലീഡുണ്ടായിട്ട് അത് കളഞ്ഞു കുളിച്ച് 3-3 സമനില. ഈ കളിയിൽ ഹുലിയൻ അൽവാരസ് ഒരു ഗോൾ കണ്ടെത്തിയിരുന്നു. കുറേ കാലത്തെ ഗോളടി ഡ്രൗട്ടൊക്കെ ഇപ്പോൾ അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. ഇന്നലത്തെ ഗോൾ പെനാൽറ്റിയിലൂടെ നേടിയതാണ്. ഏതായാലും ആ ഗോളോടുകൂടി അർജൻറ്റീനയിൽ നിന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ 8ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഹുലിയൻ അൽവാരസ്. അൽവാരസിൻ്റെ പേരിൽ ഇപ്പോൾ 20 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഗോളുകളാണ്. ഒന്നാമതുള്ളത് സാക്ഷാൽ ലയണൽ മെസ്സി തന്നെയാണ്. ഏറ്റവും അധികം UCL ഗോളുകൾ നേടിയ അർജൻറ്റീനക്കാരൻ ലയണൽ മെസ്സിയാണ്, 129 ഗോളുകൾ. രണ്ടാമതോ ആൽഫ്രഡോ ഡി സ്റ്റെഫാനോയാണ്. അദ്ദേഹം അർജൻറ്റീനക്കാരൻ, പിന്നെ സ്പെയിനിന് വേണ്ടിയിട്ടൊക്കെ കളിച്ചിട്ടുണ്ട്. ഏതായാലും 49 ഗോളുകളുമായിട്ട് ആൽഫ്രഡോ ഡി സ്റ്റെഫാനോ രണ്ടാമത്. സെർജിയോ അഗ്യൂറോ, നമ്മുടെ കുൻ അഗ്യൂറോ, അദ്ദേഹം 41 ഗോളുകളുമായിട്ട് 3ാം സ്ഥാനത്ത്. ലൗട്രോ മാർട്ടിനസ് പാവം ഇന്നലെ പരിക്ക് പറ്റി കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് അവരുടെ കോച്ച് പറയുന്നത്. ഏതായാലും 25 ഗോളുകളുമായിട്ട് ലൗട്രോയുണ്ട് 4ാം സ്ഥാനത്ത്. ഒപ്പം തന്നെ ഹെർനാൻ ക്രസ്പോയുമുണ്ട് 25 ഗോളുകൾ. ഗോൺസാലോ ഹിഗ്വായിൻ ഒപ്പം ആംഹേൽ ഡി മരിയ രണ്ടുപേരും 24 വീതം യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ 7 പേരായി. ഈ കൂട്ടത്തിൽ 8ാമനായിട്ട് ഇപ്പോൾ ഇതാ എത്തിയിരിക്കുന്നു ഹുലിയൻ അൽവാരസ്. 20 ഗോളുകൾ അദ്ദേഹത്തിന് UCL നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഹുലിയൻ അൽവാരസിലാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ വലിയ പ്രതീക്ഷയുള്ളത്. ലൗട്രോ ഫൈനലിസിമോ കളിക്ക് പോയത കാര്യം ഉറപ്പില്ല. അൽവാരസ് വീണ്ടും ഗോളടി തുടങ്ങിയതും അദ്ദേഹം ഫോമിലേക്ക് മടങ്ങിയെത്തുന്നതുമൊക്കെ അവരുടെ ടീമിന് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ചിരുന്നയാളാണ്. ചെറിയ പ്രായമാണ്, ഇപ്പോഴും 26 വയസ്സേ ആയിട്ടുള്ളൂ. ഈ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ സ്ട്രൈക്കറായ ഹുലിയൻ അൽവാരസ് 49 കളിയിൽ നിന്ന് അർജൻറ്റീനയ്ക്ക് വേണ്ടി 13 ഗോളുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.